My dear students, ഡോക്ടർ ജെയിംസ് ടൈലർ രചിച്ച ലെക്ചേഴ്സ് ഓൺ ഹോമിയോപ്പതിക് മെറ്റീരിയ മെഡിക്ക എന്ന പുസ്തകത്തെ ആധാരമാക്കിയുള്ള ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഈ പരമ്പരയുടെ 194 എപ്പിസോഡിൽ അലൂമിന എന്ന അധ്യായത്തിൻ്റെ 4-ാം ഭാഗമാണ് പരിഗണിക്കുന്നത്. ഈ ഭാഗത്ത് കെൻറ്റ് വിശദീകരിക്കുന്നത് അതിൻ്റെ ജനറൽ കണ്ടീഷൻ എന്ന് തന്നെ പറയാവുന്ന മ്യൂക്കസ് മെംബ്രെയിൻസിൻ്റെ ഒരവസ്ഥ, അത് ആ വ്യക്തിയുടെ മൊത്തം ശരീരഭാഗത്തെ തന്നെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത്. പിന്നെ അലൂമിനയുടെ ഒരു സോറിക് നേച്ചർ, ഒരു സൈക്കോട്ടിക് നേച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട അതിൻ്റെ മസ്കുലർ വീക്ക്നെസ്, നാഡികളുമായിട്ട് ബന്ധപ്പെട്ടത്, അതെങ്ങനെ കണ്ണുകളെപ്പോലും ബാധിക്കുന്നു, കാഴ്ചയെ എങ്ങനെ ബാധിക്കുന്നു, അങ്ങനെയുള്ളൊരു വശം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. നമുക്ക് അവയെക്കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. There are many headaches with nausea and vomiting. The headaches come whenever he takes cold. ഈ തണുപ്പ് ബാധിച്ച് പ്രയാസങ്ങളുണ്ടാകും എന്നുള്ളത് നമ്മൾ തുടക്കം മുതലേ കാണുന്നുണ്ട്. അത് അലൂമിനയുടെ ഒരു പൊതു സ്വഭാവമാണ്, ഒരു ജനറൽ കണ്ടീഷനാണ്. തണുപ്പടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അയാൾക്ക് തലവേദനയും വരും. ദിസ് പ്രോബ്ലി ഈസ് ഡ്യൂ ടു ദ കാറ്റാറൽ സ്റ്റേറ്റ്. അപ്പോൾ അലൂമിനയിൽ വളരെ പ്രെവലൻ്റ് ആയിട്ടുള്ള കാറ്റാറൽ കണ്ടീഷനുമായിട്ടാണ് കെൻറ്റിനെ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട്. ദ അലൂമിന പേഷ്യൻ്റ് സഫേഴ്സ് ഓൾമോസ്റ്റ് കോൺസ്റ്റൻ്റ്ലി ഫ്രം ഡ്രൈനെസ് ഓഫ് മ്യൂക്കസ് മെംബ്രെയിൻസ്. നേരത്തെ കണ്ടാണ് വായയുടെ മേൽഭാഗത്ത് നാവ് ഒട്ടിയിരിക്കുന്ന പോലുള്ളൊരവസ്ഥ. അപ്പോൾ ആ മ്യൂക്കസ് മെംബ്രെയിൻസിൻ്റെ ഡ്രൈനെസ്. നോസിസ് ഡ്രൈ, മൂക്ക് വരണ്ടിരിക്കുകയാണ്. നോസിസ് സ്റ്റഫ്ഡ് അപ്പ് എസ്പെഷ്യലി ഓൺ വൺ സൈഡ്, മൂക്ക് ഒരു വശം അത് അടഞ്ഞിരിക്കുകയാണ്. ഈ വൺ സൈഡ് സ്റ്റഫ്നെസ് സോറയുടെ ഒരു ലക്ഷണമാണെന്ന് സാമുൽ ഹനിമാൻ പറയുന്നുണ്ട്. കോമൺലി ദ ലെഫ്റ്റ്, ഈ വൺ സൈഡ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇടതുവശമാകാം. നോസ് ഫീൽസ് ഫുൾ ഓഫ് സ്റ്റിക്സ്, മൂക്കിൽ നിറയെ കമ്പുകളിങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ ഒരു ഫീല്. നമ്മൾ നേരത്തെ ഒരു ഔഷധത്തിൽ നമ്മളിങ്ങനെ കണ്ടിട്ടുണ്ട്, കമ്പുകളിങ്ങനെ കുത്തിയിരിക്കുന്ന പോലത്തെ ഒരു ഫീല്. തൂജ അല്ലാണെന്ന് എനിക്ക് തോന്നുന്നു. ഡ്രൈ മെംബ്രെയിൻസ് ഓർ ക്രഷ്, ഈ മ്യൂക്കസ് മെംബ്രെയിൻസ് ഡ്രൈ ആണ്. ഈ ഡ്രൈ മെംബ്രെയിൻസോ അല്ലെങ്കിൽ ഇങ്ങനെ പൊറ്റ പിടിച്ച അവസ്ഥയുണ്ടാകാം. ഓൾഡ് അട്രോഫിക് കാറ്റാർ, ഇങ്ങനെ ശോഷിച്ചു പോകുന്ന കോശങ്ങളും കലകളൊക്കെ ശോഷിച്ചു പോയിട്ടുണ്ടാകുന്ന ഒരു കാറ്റാറൽ കണ്ടീഷൻ. ക്രഷ് ഇൻ ദ പൊസ്റ്റീരിയർ നേഴ്സ് ആൻഡ് ഇൻ ദ ഫോസ ഓഫ് റോസൻമില്ലർ, മൂക്കിൻ്റെ പിൻഭാഗത്തേക്കുള്ള കനാൽസിലും ക്യാവിറ്റീസിലും ഒക്കെ ഈ പൊറ്റ പിടിച്ചിരിക്കുന്നൊരവസ്ഥ. ലാർജ് ഗ്രീൻ ഒഫൻസീവ് ക്രഷ് ഓൾ ത്രൂ ദ നോസ്, മൂക്കിൽ മുഴുവൻ വലിയ പച്ച നിറത്തിലുള്ള ദുർഗന്ധം വമിക്കുന്ന ഈ പൊറ്റ ക്രഷ് ഉണ്ടാകുന്നു. നോ കംസ് ദ റിലേഷൻ ടു ദ ഹെഡേക്ക്, ഇവിടെയാണ് ഈ തലവേദനയുമായിട്ടുള്ള ബന്ധം വരുന്നത്. എവറി ടൈം ഹി ക്യാച്ചസ് കോൾസ് ദ തിക്ക് യെല്ലോ ഡിസ്ചാർജ് സ്ലാക്സ് അപ്പ്, തണുപ്പടിക്കുമ്പോൾ അതിന് മുമ്പുണ്ടായിരുന്ന കട്ട മഞ്ഞ നിറത്തിലുള്ള ആ ഒരു ഡിസ്ചാർജ് ശോഷിക്കുന്നു, നേർത്ത് വരുന്നു. എന്നിട്ട് ഗിവ്സ് വേ ടു എ വാട്ടറി ഡിസ്ചാർജ്, അത് മാറിയിട്ട് വാട്ടറി ഡിസ്ചാർജായിട്ട് മാറുന്നു. ആൻഡ് ഹി ഹാസ് പെയിൻ ഇൻ ദ ഫോർഹെഡ് ഓവർ ദ ഐസ്, ആ ഒരു ഡിസ്ചാർജിൻ്റെ നേച്ചർ മാറി തിക്ക് യെല്ലോ മാറിയിട്ട് വാട്ടറി ആവുന്നൊരു സമയത്ത് കണ്ണിൻ്റെ പിൻഭാഗത്ത് ഗോയിങ് ത്രൂ ദ ഹെഡ്, തലയിലൂടെ ഒക്കെ വേദന വരുന്നു. വിത്ത് നോസിയ ആൻഡ് വോമിറ്റിംഗ്, അതിനോടൊപ്പം ഒക്കാനും വരലും ഛർദ്ദിക്കലും വരുന്നു. അതാണ് ആ ഒരു കാറ്ററൽ കണ്ടീഷൻസ് വഴി ആ തലവേദനയുടെ റിലേഷൻ വരുന്ന വഴിയാണത്. നമ്മൾ നേരത്തെ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ ആ ഒരു ഡ്രഗ് പിക്ചർ, ഒരു ഡ്രഗ് പറയുന്നൊരു സ്റ്റോറി, ഓരോ സ്റ്റേറ്റ്സ് ഓഫ് ഡിസീസിൻ്റെയും ഒരു ഡെവലപ്മെൻറ്റ് തലവേദനയുടെ കാര്യത്തിലും ഇങ്ങനെയാണത്. സോ വെൻ ഇറ്റ് സേസ് ഹെഡേക്ക് ഫ്രം ക്രോണിക് കാറ്റാർ, ദാറ്റ് ഈസ് ഇറ്റ് മീൻസ്. അപ്പോൾ പഴകിയ ഒരു കാറ്റാറൽ കണ്ടീഷൻസ് കൊണ്ട് തലവേദന ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതാണ്. തിക്കായിട്ടുള്ള ആ ഒരു ഡിസ്ചാർജ്, യെല്ലോ ഡിസ്ചാർജ് ശോഷിച്ച് വെള്ളയാകുന്നു. ആ ഒരു സമയത്ത് കണ്ണിൻ്റെ പിൻഭാഗത്തും തലയിലൂടെയൊക്കെ വേദന വരുന്നു. അത് ഈ തണുപ്പടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്. അതിനോടൊപ്പം ഒക്കാനവും ഛർദിലും ഒക്കെ ഉണ്ട്. You will see that alumina corresponds to a constitution that may be called soric. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം
അലൂമിനയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ കണ്ടീഷൻ സോറിക്കാണെന്ന് പറയാം. കാരണം സോറിക്ക് മാത്രമല്ല സൈക്കോട്ടിക് കണ്ടീഷനും ഒക്കെ അതിൽ വരുന്നുണ്ട്. ഓൾഡ് ബ്രോക്കൺ ഡൗൺ ഫീബിൾ കോൺസ്റ്റിറ്റ്യൂഷൻ, പഴയ പ്രായം ചെന്നവരിലുണ്ടാകുന്ന ആകെ അസുഖം വന്നായ വോണൗട്ടായ ബ്രോക്കൺ ഡൗൺ ആയ ഒരു കണ്ടീഷൻ. സ്ക്രോഫുലസ് കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു ട്യൂബർക്കുലർ നേച്ചറാണ്. സച്ച് ആസ് ആർ ഇൻക്ലൈൻ ടു ട്യൂബർക്കിൾസ് ആൻഡ് കാറ്റാറൽ എഫക്ഷൻസ്, ട്യൂബർക്കുലർ ടെൻഡൻസി വരുന്ന ആ ഒരു കണ്ടീഷൻ. ദ കാറ്റാറൽ ടെൻഡൻസി ഓഫ് ദി സമഡി ഈസ് മാർക്ഡ്. ഇതിൽ കാറ്റാറൽ കണ്ടീഷൻ വളരെ ശ്രദ്ധേയമായിട്ട് അലുമിനിയിൽ കാണാം. കാറ്റാറൽസ് ആർ ഫൗണ്ട് വേർ എവർ മ്യൂക്കസ് മെംബ്രെയിൻസ് എക്സിസ്റ്റ്. മ്യൂക്കസ് മെംബ്രെയിൻ ശ്ലേഷ്മ സ്ഥലങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലായിടത്തും കാറ്റാറൽ കണ്ടീഷൻസ് ഉണ്ട്. അലൂമിനിയം എഫക്ട്സ് ദ സ്കിൻ ആൻഡ് മ്യൂക്കസ് മെംബ്രെയിൻസ് എക്സ്റ്റൻസീവ്ലി. ത്വക്കിനെയും ശ്ലേഷ്മസ്തരങ്ങളെയും വളരെ വ്യാപകമായിട്ട് വിപുലമായ തോതിൽ അലൂമിന ബാധിക്കുന്നു. ദ എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്കിൻ, ഇന്റേണൽ സ്കിൻ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയാം, സ്കിന്നിൻ്റെ ഉൾസ്ഥലങ്ങളെന്നും അതിനെ വ്യാഖ്യാനിക്കാം. ദ സർഫസസ് ഓഫ് ദ ബോഡി, ശരീരത്തിൻ്റെ സർഫസസ് ആണ്. എക്സ്റ്റേണൽ ബോഡി, ഇന്റേണൽ സർഫസ്, വായുടെ ഉള്ളിലേക്ക് പോയി ഏനസ് വരെ വരുന്ന അല്ലെങ്കിൽ വജേനയിലേക്ക് വരുന്ന കണ്ണ്, തൊണ്ട, ഇവിടെയൊക്കെ വരുന്ന ഇന്റേണൽ സർഫസ് മ്യൂക്കസ് മെംബ്രെയിൻ, അവിടെയും എക്സ്റ്റേണൽ സ്കിന്നിനെയും ഒരേപോലെ ബാധിക്കുന്നു. ദ പേഷ്യൻ്റ് ഈസ് ഓൾവേസ് എക്സ്പെക്ടറേറ്റിംഗ്, എപ്പോഴും കഫം പുറത്തു പോകുന്നുണ്ട്. ഹി ബ്ലോസ് ദ നോസ് മച്ച് ആൻഡ് ഹാസ് ഡിസ്ചാർജ് ഫ്രം ദ ഐസ്. മൂക്ക് എപ്പോഴും ഇങ്ങനെ ചീറ്റി കളയുന്നു, മൂക്കിൽ നിന്ന് ഡിസ്ചാർജ്, അതേപോലെ കണ്ണിൽ നിന്നും ഡിസ്ചാർജ്. ദർ ഇസ് മച്ച് ഡിസ്റ്റർബൻസ് ഓഫ് വിഷൻ ബിലോങ്ങിങ് ടു ദ കാറ്ററൽ സ്റ്റേറ്റ് ദാറ്റ് മേ ബി സ്പോക്കൺ ഓഫ് നൗ. അപ്പോൾ കണ്ണിലെ ഈ കാറ്ററൽ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട് കാഴ്ചയും അത് ബാധിക്കുന്നുണ്ട്. ഡിംനെസ് ഓഫ് വിഷൻ, കാഴ്ച മങ്ങിപ്പോകുന്നു. ആസ് ഇഫ് ലുക്കിംഗ് ത്രൂ എ ഫോഗ്, ഒരു മൂടൽമഞ്ഞിലൂടെ നോക്കുന്നത് പോലെ. ഞാൻ നേരത്തെ പറഞ്ഞ ആ തളർച്ച വന്ന് പക്ഷാഘാതം പോലെ വന്ന ആ രോഗിയുടെ, എൻ്റെ സുഹൃത്തിൻ്റെ പിതാവിൻ്റെ ആ അവസ്ഥയിൽ ഈ ഒരു ഡിംനെസ് ഓഫ് വിഷനും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ദർ ഇസ് ഓൾസോ ഡിസ്റ്റർബൻസ് ഓഫ് ദ മസിൽസ് ഓഫ് ദ ഐ. കണ്ണിൻ്റെ പേശികൾ, നേത്രകോളത്തെ, കൃഷ്ണമണിയൊക്കെ നിയന്ത്രിക്കുന്ന പേശികളിൽ ബലക്ഷയമുണ്ട്. ഓഫ് ദ മസിൽസ് ഓഫ് ദ ബോൾ ആൻഡ് ദ സിലിയറി മസിൽ, വീക്ക് ആൻഡ് ചേഞ്ചബിൾ വിഷൻ. കാഴ്ച വളരെ ശോഷിച്ചു, കാഴ്ച മങ്ങി. ചേഞ്ചബിൾ, ഈ വിഷൻ മാറാം, ഏറെയും കുറഞ്ഞും വരാം. ദ പാരലിറ്റിക് വീക്ക്നെസ് സച്ച് ആസ് ബിലോങ് ടു ദ വോൾ റെമഡി. അലൂമിനിയിൽ പൊതുവെ കാണുന്ന ആ ഒരു പാരലിറ്റിക് കണ്ടീഷൻ കണ്ണിനെ നിയന്ത്രിക്കുന്ന പേശികളിലും ഉണ്ട്. ദാറ്റ് വിൽ ഫൗണ്ട് ഇൻ സർട്ടൺ മസിൽസ് ഓർ സെറ്റ്സ് ഓഫ് മസിൽസ്. ഒരു പേശിയിലോ പേശികളുടെ ഒരു കൂട്ടത്തിലോ വരാം. സോ ദാറ്റ് ഇറ്റ് ഈസ് വിത്ത് ഗ്രേറ്റ് ഡിഫിക്കൽറ്റി ദാറ്റ് ഗ്ലാസസ് ക്യാൻ ബി അഡ്ജസ്റ്റഡ്. ഇതുകൊണ്ട് കാഴ്ചയെ ക്രമീകരിക്കുന്ന ഗ്ലാസസ് കണ്ടുപിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. കാരണം ഇപ്പോൾ പരിശോധിക്കുമ്പോൾ വേറൊന്ന്, പിന്നീട് പരിശോധിക്കുമ്പോൾ വേറൊന്ന്. അപ്പോൾ ഇത്തരം അവസ്ഥകൾ എന്ന് കഴിഞ്ഞാൽ ആദ്യം കൃത്യമായിട്ടുള്ള ഹോമിയോപ്പതി റെമഡി കൊടുത്ത് അതിനെ ഒരു വിഷന്, ഒരു സ്റ്റേറ്റിനെ ഫിക്സ് ചെയ്തെടുക്കണം. എന്നാലേ കൃത്യമായിട്ടുള്ള ഗ്ലാസ് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗ്ലാസ് ഇല്ലാതെ തന്നെ അത് മാറിയെന്നിരിക്കും. ദ ആക്ടിവിറ്റി ഓഫ് ദ ഐ മസിൽസ് ഈസ് ഡിസ്റ്റർബ്ഡ്. കണ്ണുമായിട്ട് ബന്ധപ്പെട്ട നേത്രപേശികളെല്ലാം ആകെ കുഴപ്പത്തിലായി. The catarrhal state extends over into the back of the nose and the posterior layers are filled up with tough mucus and crust. അപ്പോൾ മൂക്കിൻ്റെ ശ്ലേഷ്മസ്തരങ്ങളെ ഈ കാറ്ററൽ കണ്ടീഷൻ ബാധിക്കുന്നു. അപ്പോൾ അവിടെ കട്ടിയുള്ള കഫം അല്ലെങ്കിൽ പൊറ്റ, കുറച്ചുകൂടി കട്ടിയായിട്ട് വരണ്ട് ഡ്രൈനസ് ഉണ്ടല്ലോ, അത് പൊറ്റയായിട്ട് മാറും. ആൻഡ് ഓൺ ലുക്കിംഗ് ഇൻ ടു ദ ത്രോട്ട് യു വിൽ സീ ദാറ്റ് the soft palate and the mucous membranes of the tonsils and pharynx and all parts that can be seen are in a state of granulation, are swollen, congested and inflamed. വായിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്ന ഭാഗങ്ങൾ അവിടെ എല്ലാം എങ്ങനെയാണ്? ഗ്രാനുലേഷൻ, അവിടെയൊക്കെ ഇങ്ങനെ പൊറ്റ പിടിച്ചിട്ടുണ്ട്, വിങ്ങിയിട്ടുണ്ട്, തിങ്ങിയിട്ടുണ്ട്, വീക്കമുണ്ട്. എല്ലാ അവസ്ഥയും ഈ തൊണ്ടയിൽ കാണാവുന്ന ഭാഗങ്ങൾ എല്ലായിടത്തും ഉണ്ട്. When swallowing food, there is stinging and sensation as if throat were full of little sticks. നേരത്തെ നമ്മൾ കണ്ട കൊച്ചു കൊച്ചു കമ്പുകൾ നിറഞ്ഞിരിക്കുന്ന ഫീലിംഗ് എങ്ങനെയാണ്? ആഹാരം വിഴുങ്ങുമ്പോൾ കുത്തുന്ന വേദന, തൊണ്ട മുഴുവൻ ഇങ്ങനെ കൊച്ചു കൊച്ചു കമ്പുകൾ ഇങ്ങനെ നിറഞ്ഞിരിക്കുന്ന പോലെ വേദന. എസ്പെഷ്യലി ആഫ്റ്റർ എ മൂമെന്റ്സ് റെസ്റ്റ്. ഒരു അല്പം ഒന്ന് വിശ്രമിച്ച്, ഒരു നിമിഷം വിശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് കൂടുതൽ അനുഭവിക്കും. ബെറ്റർ ബൈ മോയ്സ്റ്റനിങ് ആൻഡ് സ്വോളോയിങ്. ഒത്തിരി നനച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് മെച്ചപ്പെടും, വിഴുങ്ങിയാൽ മെച്ചപ്പെടും.
In the night air, after keeping still a while, there is an accumulation of ropy mucus. രാത്രിയിൽ കുറച്ചു നേരം ഇങ്ങനെ നിശ്ചലമായിട്ടിരുന്നു കഴിഞ്ഞാൽ ഈ നൂല് പോലെ നീണ്ടുവരുന്ന ആ മ്യൂക്കസ് ഇങ്ങനെ വന്ന് അക്യുമുലേറ്റ് ചെയ്ത് വന്ന് കൂടിക്കിടക്കും. ദിസ് എക്സ്റ്റെൻസ് ഇൻ ദ ലാരിങ്സ് വിത്ത് സോർനെസ് ഇൻ ദ ലാരിങ്സ് ആൻഡ് ചെസ്റ്റ് ആൻഡ് ക്രോണിക് ഡ്രൈ ഹോക്കിംഗ് കോഫ്. ഇത് ലാരിങ്സിലേക്ക് സ്വനവേടകത്തിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുന്നു. ആ സ്വനവേടകത്തിലും നെഞ്ചിൽ ആകപ്പാടെയും ഒരു ക്രോണിക് ഡ്രൈ ഫീലിംഗ്, ഒരു ഹോക്കിംഗ് കഫ്. ദ സെയിം കാറ്ററൽ സ്റ്റേറ്റ് പ്രൊസീഡ്സ് ഡൗൺ ഇൻ ദ ഈസോഫാഗസ്. ഈ ഒരു കാറ്ററൽ കണ്ടീഷൻ അന്നനാളത്തിലേക്കും ഇങ്ങനെ പടർന്നു ചെല്ലുന്നു. സോ ദാറ്റ് ഇറ്റ് ബിക്കം സെൻസിറ്റീവ് ടു ആൻഡ് ക്ലംസി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈസോഫാഗസ് വളരെ സെൻസിറ്റീവ് ആകുന്നു, ക്ലംസി ആയിത്തീരുന്നു. ഹി സോളോസ് വിത്ത് ഡിഫിക്കൽറ്റി. പേഷ്യൻറ്റിന് വിഴുങ്ങണമെങ്കിൽ വലിയ പ്രയാസമാണ്. ദ ബോളസ് ഗോസ് ഡൗൺ വിത്ത് ആൻ എഫേർട്ട്. ഹി ഫീൽസ് ഇറ്റ് ഓൾ ദ വേ ഡൗൺ. അപ്പോൾ നമ്മൾ നേരത്തെ എക്സ്ക്രീഷൻ എക്സ്പെൽ ചെയ്യാൻ പ്രഷറൈസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ, അതേപോലെ തന്നെ ആഹാരം ഉള്ളിലേക്ക് ചെല്ലാനും പ്രയാസമാണ്. ഈ ആഹാരം ചവച്ചിട്ട് ആ ബോളസ് താഴേക്ക് പോകുന്നത് വളരെ പ്രയാസപ്പെട്ടാണ്. അത് അയാൾക്ക് അനുഭവിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴൊക്കെ സോർനെസ് ഉണ്ട്. അത് കടന്നു പോകുന്ന സ്പർശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ആ ഒരു വേദനയും പ്രയാസമുണ്ട്. പാരസിസ്, തളർച്ചയുടെ അവസ്ഥയുണ്ട്. വിഴുങ്ങാനുള്ള പ്രയാസമൊക്കെ ഉണ്ട്. ദ പാരലിറ്റിക് വീക്ക്നെസ് റിമൈൻസ് ദ പേഷ്യൻ്റ് ദാറ്റ് ഹി മസ്റ്റ് പുട്ട് ഓൺ എ ലിറ്റിൽ ഫോഴ്സ് ഇൻ ഓർഡർ ടു സോളോ. വിഴുങ്ങാൻ കുറച്ച് പ്രഷർ എക്സേർട്ട് ചെയ്യേണ്ടി വരും. മലത്തെ പുറന്തള്ളാൻ പ്രഷർ എക്സേർട്ട് ചെയ്യേണ്ടി വരുന്ന പോലെ തന്നെ ആഹാരം വിഴുങ്ങാനും കുറച്ച് പ്രഷറിന് എക്സേർട്ട് ചെയ്യേണ്ടി വരും. ഇൻ ഓർഡർ ടു സോളോ, ആൻഡ് ദിസ് സോളോയിങ് ഈസ് ഫെൽറ്റ് while the substance goes down as if the esophagus was sensitive. ഈ പ്രഷറൈസ് ചെയ്ത് ഒരു എഫർട്ട് എടുത്ത് ഈ ആഹാരത്തിൻ്റെ ഒരു ഉണ്ട താഴേക്ക് പോകുമ്പോൾ ആ പോകുന്ന അന്നാളത്തിലൂടെ പോകുന്നതൊക്കെ കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇസോഫാഗസ് വളരെ സെൻസിറ്റീവായി തീർന്നു എന്നർത്ഥം. ദർ ഇസ് ഓൾസോ എ കാറ്ററൽ കണ്ടീഷൻ ഇൻ ദ ബ്ലാഡർ, കിഡ്നീസ് ആൻഡ് യുറേത്ര. അപ്പോൾ ഈ ഒരു കാറ്ററൽ കണ്ടീഷൻ അന്നനാളത്തിൻ്റെ വയറ്റിൽ മാത്രമല്ല, മൂത്രസഞ്ചിയിൽ, വൃക്കകളിൽ, മൂത്രാശയത്തിൽ ഒക്കെ ഉണ്ടാകും. ആൻഡ് എൻ ഓൾഡ് ഗൊണേറിയ വിൽ ബി പ്രൊലോങ്ഡ് ഇൻ ടു എ കാറ്റാറൽ ഓർ ഗ്ലീറ്റി ഡിസ്ചാർജ്. പഴയ ഗൊണോറിയ പൊതുവെ ഗ്രീനിഷ് ഡിസ്ചാർജാണ്, തിക്ക് ഡിസ്ചാർജ് ഒക്കെയാണ്. ഇവിടെ അത് മാറിയിട്ട് വാട്ടറി വൈറ്റി ഡിസ്ചാർജായിട്ട് മാറാം. സംടൈംസ് ഇറ്റ് ഈസ് നോട്ട് എ ഗ്ലീറ്റ്. ചിലപ്പോൾ ഇത് ആ ഒരു വെളുത്ത വാട്ടറി ആവുന്നില്ല. But the discharge remains for many months, and instead of being a little milky white, such as is natural in most prolonged cases of gonorrhea, it remains yellow and is painless. അപ്പോൾ പഴകിയ നീണ്ടു നിൽക്കുന്ന ഗൊണോറിയൽ കേസസിൽ ഈ തിക്ക് ഡിസ്ചാർജ് മാറിയിട്ട് മിൽക്കി വൈറ്റോ വാട്ടറോ ഡിസ്ചാർജായിട്ട് സാധാരണ മാറുന്നതിന് പകരം ഈ കണ്ടീഷനിൽ അങ്ങനത്തെ ഒരു ഗ്ലീറ്റേക്ക് പലപ്പോഴും പോകുന്നില്ല. പകരം എന്താ ചെയ്യുന്നത്? ഇറ്റ് റിമെയിൻസ് യെല്ലോ ആൻഡ് പെയിൻലെസ്. അത് മഞ്ഞ ഡിസ്ചാർജായിട്ട് തന്നെ നിലനിൽക്കും, വേദന ഇല്ലതാനും. സോ ഇറ്റ് ഈസ് വിത്ത് ദ വജൈനൽ കണ്ടീഷനും അങ്ങനെ തന്നെയാണ്. ദ മ്യൂക്കസ് ഡിസ്ചാർജ് ഫ്രം ദ വജൈന ഈസ് തിക്ക് യെല്ലോയിഷ് വൈറ്റ് ഡിസ്ചാർജ്. അപ്പോൾ വജൈനയിൽ നിന്നുള്ള മ്യൂക്കസ് ഡിസ്ചാർജും കട്ടിയുള്ള മഞ്ഞച്ച വെളുത്ത ഡിസ്ചാർജാണ്. സംടൈംസ് എസ്കോറിൻ, ചിലപ്പോൾ അത് കടന്നു പോകുന്ന ഭാഗങ്ങളെ, നനയുന്ന ഭാഗങ്ങളെയൊക്കെ ദ്രവിപ്പിക്കുകയും ചെയ്യും. എല്ലായ്പ്പോഴും ഇല്ല, ചിലപ്പോൾ. ദസ് വി സീ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ വി ഹാവ് ഡിസ്ക്രൈബ്ഡ്. അപ്പോൾ ഇതിൻ്റെ അലുമിനിയം കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ നേരത്തെ വിശദീകരിച്ച് കണ്ടതുപോലെ ദാറ്റ് ആൻ എക്സ്റ്റൻസീവ് കാറ്ററൽ സ്റ്റേറ്റ് ബിലോങ്സ് ടു ദ റെമഡി. ഈ അലൂമിനയിൽ വളരെ വ്യാപകമായിട്ടുള്ള കാറ്ററൽ സ്റ്റേറ്റ് ഉണ്ട്. അത് ഇതിൻ്റെ ഒരു ജനറൽ കണ്ടീഷൻ കൂടിയാണ്. അതാണ് അലൂമിനിയം എന്ന് നമ്മൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗം. അപ്പോൾ അതിൻ്റെ വൈവിധ്യമാർന്ന അവസ്ഥാന്തരങ്ങൾ നമ്മൾ കണ്ടു. അതൊക്കെ നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രയോഗിച്ച് രോഗികൾക്ക് ശാന്തി കൊടുക്കാൻ നിങ്ങൾക്ക് ഭാവിയിൽ സാധിക്കും. ഇതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേൾക്കാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്.